എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫത്തേഹ് എന്ന് പറഞ്ഞ സിനിമൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ഫത്തേഹ്. കാരണം അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് 100% ഡെലിവർ ചെയ്തിട്ടുള്ള 100% കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ ഫത്തേഹ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ഈ സിനിമയെ നമ്മൾ പ്രതീക്ഷിച്ചത് അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, കൃത്യമായി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിനിമൻ്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോനു സൂദാണ്, എഴുതിയിരിക്കുന്നതും സോനു സൂദും അങ്കൂർ പജ്നി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോനാലി സൂദ്, ഉമേഷ് KR ബൻസാൽ. പിന്നെ സിനിമാറ്റോഗ്രാഫി വിൻസെൻസോ കൊണ്ടോറില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്സൈഡറാണ്. പേര് കുറച്ച് റിസ്ക് ആണ്. ഔട്ട്സൈഡർ ഫോറിനറാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് യാഷ് പ്രജീക്, ചന്ദ്രശേഖർ പ്രജാപതി എന്നിവർ ചേർന്നിട്ടാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതും ഒരു ഫോറിനറാണ്, ജോൺ സ്റ്റുവർട്ട് എഡൂരി, ഹാൻസ് സിമ്മർ എന്നിവർ ചേർന്നിട്ടാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് സോനു സൂദ്, ജാക്ലിൻ ഫെർണാണ്ടസ്, വിജയറാസ്, നസറുദ്ദീൻ ഷാ, ദിബ്യേന്ദു ഭട്ടാചാര്യ, പ്രകാശ് വെൽവാദി ഇവരൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ ഒരുപാട് താരങ്ങൾ വന്നു പോകുന്നുണ്ട്. പ്രധാന വലിയ റോളുകളിലൊന്നും അങ്ങനെ വലിയ താരങ്ങളൊന്നുമില്ല. ഈ പറയപ്പെട്ട 3-4 പേരെ നമുക്ക് അറിയുന്ന ആൾക്കാരായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അത്ര കണ്ട് പരിചയമില്ലാത്ത താരങ്ങളൊക്കെ തന്നെയാണ്. അവിടെയും ഇവിടെ ചെറിയ ചെറിയ റോളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള താരങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ കിഡ്ലൻ സിനിമ. ഒരു സോനു സൂദ് എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലെങ്കിൽ നടൻ്റെ ഒരു ഫസ്റ്റ് ഡയറക്ഷനാണ് ഈ സിനിമ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഒന്നാമത്തത് ആക്ടർ ഡയറക്ടർ ആവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും കൂടെ ചെറിയ 1-2 മിസ്റ്റേക്കുകൾ അങ്ങനെ ചികഞ്ഞെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും എന്നല്ലാതെ മോശമല്ലാത്ത കിടിലൻ മേക്കിങ്ങും കിടിലൻ ഡയറക്ഷനുമാണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് പൊതുവേ ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ കുറയാന്നുള്ളതാണ്. ഉള്ള സാധനം വളരെ കൃത്യമായി വൃത്തിക്ക് വെട്ടിക്കുട്ടി വെക്കുക എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ഡെലിവറി ചെയ്യാം. അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമേ ഇതിന് ഡ്യൂറേഷൻ ഉള്ളൂ. പിന്നെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം കിടിലൻ ഡയറക്ഷൻ തന്നെയാണ്. മേക്കിംഗ് കിടിലനാണ്. പ്രത്യേകിച്ച് ഇൻട്രോ സീൻ മുതൽ നമുക്ക് ഗൂസ് ബംസ് തരുന്ന പരിപാടികൾ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻട്രോ സീനൊക്കെ കിടിലൻ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും കിടിലൻ ഇൻട്രോ ബോളിവുഡ് സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊരു ഇൻട്രോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻട്രോ സീന്, അതിൻ്റെ കൂടെയുള്ള BGM കാര്യങ്ങൾ, മൊത്തത്തിലുള്ള BGM ഒക്കെ കിടിലനായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയോ കുറച്ച് ജോൺ വിക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. സൺഫ്ലൈഡ് ഉണ്ടോയെന്ന് മാത്രമല്ല, ഈ അടുത്തിറങ്ങിയ ഈ ആക്ഷൻ സിനിമകൾ പ്രത്യേകിച്ച് അനിമൽ ആയാലും മാർക്കോ ആയാലും ഒക്കെ കുറച്ചൊക്കെ അതിൽ നിന്ന് ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചില സീനുകളോ ചില ഫൈറ്റ് സീക്വൻസോ ഒക്കെ ഉണ്ട്. ഇതിലും ചില സീനുകളും ചില ഫൈറ്റ് സീക്വൻസും ഒക്കെ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതുപോലെ തോന്നി. അത് മാത്രമല്ല ഇതിലുള്ള സോനു സൂദിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല്, ഓറ കാര്യങ്ങളൊക്കെ ഒരു പക്ക ഒരു ജോൺ വിക്ക് ആ ഒരു സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രസ് കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇതിൽ എല്ലാ താരങ്ങളെയും കിഡ്ലനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വില്ലന്മാരായാലും മറ്റുള്ള മെയിൻ റോളിൽ വന്നിട്ടുള്ള ആളുകളായാലും പ്രത്യേകിച്ച് നായകനായിട്ടുള്ള സോനു സൂദിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് കിടിലൻ തന്നെയാണ്. മുമ്പുള്ള പല സിനിമകളിലും വില്ലനായി വന്ന സമയത്തും അങ്ങേറെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഭയങ്കര രസമുള്ള സ്ക്രീൻ പ്രസൻസ് ആ ഒരു ഡ്രസ്സിങ്ങിലൂടെ ഇങ്ങോട്ട് വന്നപ്പം ആ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലും ഒക്കെ വന്നപ്പം ആ ഒരു കിടിലൻ ഒരു എന്താ പറയുക സ്ക്രീൻ പ്രസൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. അത് ഈ സിനിമയ്ക്ക് കൃത്യമായിട്ട് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 25 കോടി എങ്ങാനാണ് ഇതിൻ്റെ ബഡ്ജറ്റായിട്ട് ഗൂഗിളിൽ കാണിക്കുന്നത്. ആ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു ബോളിവുഡ് സിനിമ എടുക്കാൻ പറ്റും എന്നുള്ളത് സോനു സൂദ് തെളിയിച്ചിരിക്കുകയാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോൺ എന്നൊക്കെ പറയുക, നമ്മൾ ഈ ജോൺ വിക്കിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വലിയ കളർഫുൾ പരിപാടി ഇല്ലാതെ കുറച്ചൊരു ഇപ്പോൾ KGF ഒക്കെ വന്നതിന് ശേഷമാണ് മെയിനായിട്ട് അങ്ങനെ സിനിമകൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഭയങ്കര രസമാണ്. ആക്ഷൻ സിനിമകൾക്ക് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി പിടിച്ചിട്ട്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മൊത്തത്തിലുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് പിടിച്ചിട്ടുള്ള പരിപാടി ആ ഒരു ഭയങ്കര രസമാണ് കാണാൻ. മാർക്കോലൊക്കെ നമ്മൾ കണ്ടൊരു ഭയങ്കര നമുക്ക് കണ്ണിനൊരു കുളിർമ നൽകുക എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ സിനിമ കണ്ടിരിക്കാനൊരു പ്രത്യേക ഭംഗി തരുന്ന ഒരു പരിപാടിയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലുള്ള പരിപാടികൾ. അത് ഭയങ്കര രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കിഡിലോട്ടുള്ള ആക്ഷൻ സീക്വൻസ്. എന്താ പറയുക, പേനാക്കത്തി മുതൽ പാറ്റൻ ടാങ്ക് വരെയുള്ള സകല സാധനവും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. ഗണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ തരം തരം ഗണ്ണുകൾ, ഏതൊക്കെ ഗണ്ണാണെന്നുള്ളത് ഒരു പക്ഷേ പബ്ജി ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിരുന്നു. അമ്മാതിരി പല പരിപാടികൾ, ഏതൊക്കെ ഗണ്ണുണ്ടോ എല്ലാം ലോകത്ത് കിട്ടുന്ന സകല ഗണ്ണും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ, കിടിലൻ ആക്ഷൻ, പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ആക്ഷനൊക്കെ എടുത്തെടുത്ത് പറയാനുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഒരു ചെറിയ കല്ലുകടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അത് ആ ഒരു ഫ്രഷ്നെസ് തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു രസം. പക്ഷേ ആക്ഷൻ സീക്വൻസ്, പ്രത്യേകിച്ച് ഈ സോനു സൂദിൻ്റെ ഒരു ഫിസിക്കിന് പറ്റിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസും ഇൻട്രോയിലുള്ള ആക്ഷൻ സീക്വൻസും ഒക്കെ കിടിലൻ തന്നെയാണ്. ഒരു ഒരു രക്ഷയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു നെഗറ്റീവ് പറയുന്നത്, പൊതുവേ ബോളിവുഡ് സിനിമക്കും തെലുങ്ക് സിനിമക്കൊക്കെ ഒരു സൈഡിലൊരു നായികനെ നിർബന്ധം, പാട്ട് പാടി ഡാൻസ് കളിക്കാനും ഒരു ചെറിയ ലോ സീൻസൊക്കെ കാണിക്കാനും അത് വളരെ കുറവാണ് ഇതിനകത്ത്. ഒരു പക്ക ആവശ്യമുള്ളത് മാത്രം തരിക. അത് അനാവശ്യമായിട്ടുള്ള വെറുതെ പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ തരാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഡെലിവറി ചെയ്തിട്ട് ഒരാളെ മടുപ്പിക്കാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു നെഗറ്റീവ് ഉണ്ട്. അത് ചകഞ്ഞെടുക്കാനൊന്നുമില്ല, അതിങ്ങനെ കുത്തി കുത്തി എടുക്കാമെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറച്ച് നെഗറ്റീവാണ്. ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കഥ മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ഈ സ്റ്റോറിയിലേക്ക് ഇങ്ങോട്ട് ലാൻഡ് ആവുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളെ ഈ പ്രധാനപ്പെട്ട കഥയിലേക്ക് എത്തിക്കുന്നൊരു പരിപാടി, അതിലേക്ക് എത്തുന്നത് വരെ ചെറിയൊരു ലാഗ്, വലിയ ഭയങ്കര ലാഗല്ല. ഈ 2 മണിക്കൂർ സിനിമയിൽ നമുക്ക് സഹിച്ചിരിക്കാവുന്ന ഒരു ലാഗ് മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കിടിലൻ മേക്കിങ്ങും കിടിലൻ ഡയറക്ഷനും, പിന്നെ 2 സോങ് ഉണ്ട്, അത് കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോയാണി സിംഗ് പാടിയിട്ടുള്ള സോങ് നല്ലൊരു ഓളുണ്ടായിരുന്നു കേൾക്കുന്ന സമയത്ത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പിന്നെ പോയി പൈസ വസൂലാകുന്ന അത്യാവശ്യം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് ഈ പിന്നെ ഫത്തേ എന്ന് പറഞ്ഞിട്ടുള്ളത്.